നിങ്ങൾ ബ്ലാക്ക് കാക്കേനെ കണ്ടിട്ടുണ്ടായിരിക്കും, ചിലവർ വൈറ്റിനെ വരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ കാക്കകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാണ്. ഈ കാണുന്നതും എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. നോവിയ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആണിത്. ഈ കാണുന്ന ഒരു യുണീക്ക് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ഇതൊരു ബ്രിഡ്ജാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി പാസ് ചെയ്യുമ്പോഴത്തേക്കിന് ഡെയിലി വൈസും അതുപോലെ തന്നെ ഇയർലി വൈസുള്ള അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. എത്ര പേര് പോയിട്ടുണ്ട്, അതുപോലെ എത്ര കാറ് പോയിട്ടുണ്ട്, സൈക്കിൾ പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. അതൊരു യുണീക്ക് ഐഡിയ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ഉപയോഗം എന്താണെന്ന് മനസ്സിലായില്ല. ഇത് ഇവിടുത്തെ ഒരു റെയിൽവേ പാളമാണ്. അവിടെ ഇവിടെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ റെയിൽവേ പാളം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികൾക്ക് പെട്ടെന്ന് പോകാനായിട്ട് റോഡിൽ ഇങ്ങനെ ഒരു റബ്ബർ മേറ്റും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ വണ്ടികൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോകാനായിട്ട് പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ നമുക്കിവിടെ വുഡിലെ പോസ്റ്റുകളും ഇവിടെ കാണാനായിട്ട് പറ്റും. റൊവാൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ബെറീസ് ആണിത്. നടന്നു വരുന്ന വഴിക്ക് വളരെ യാദൃശ്യമായിട്ട് കണ്ടതാണ്. അതൊരു കാട്ടുമുയിലാണ് നിൽക്കുന്നത്. രണ്ടുപേരുണ്ട്. എന്നെ കണ്ടിരുന്ന അവർ ചാടി ഓടാനുള്ള ഓട്ടത്തിലാണ്. വളരെ സ്വതന്ത്രമായിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. ഇതിനെ ആൾക്കാരൊന്നും ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഇതിനെ കണ്ടപ്പോൾ കരുതി നമ്മളവിടെയൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഒറ്റ വട്ട ചാടത്തുള്ളായിരുന്നു, പിന്നെ ചാടത്തില്ലായിരുന്നു. ബൈക്ക് റൈഡ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് കാണുന്നത്. ഇവിടുത്തെ സ്കൈ എപ്പോൾ കാണാനായിരുന്നാലും വളരെയധികം ഭംഗിയാണ്. ഈ കാണുന്നത് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഒരു ATM എന്നാണ് കരുതിയത്. പക്ഷേ ഇതൊരു ATM അല്ല. നമ്മൾ പാർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ക്യാഷ് ഇവിടെ വേണം പേ ചെയ്യാനായിട്ട്. പിന്നെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യുന്ന ടൈമിന് മാത്രം പൈസ കൊടുത്താൽ മതി. മിനിമം ചാർജസ് ഒന്നും തന്നെ ഇല്ല. മെയിൻ സിറ്റിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണലാണ് ഈ കാണുന്നത്. ഇത് എക്സിറ്റ് ആണ്. അതുപോലെ എൻട്രി പോയിന്റ് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കാണാനായിട്ട് കഴിയും. ഇവിടുത്തെ മിക്ക സൈക്കിളുകൾക്ക് സ്റ്റാൻഡ് ഇല്ല. അവർ ഉപയോഗിക്കുന്ന ഇതുപോലത്തുള്ള ഷേപ്പിലുള്ള സ്ട്രക്ചറുകളാണ് സൈക്കിൾ വെക്കാനായിട്ട്. നമ്മൾ ഈ കാണുന്നതാണ് വാസ മെയിൻ സിറ്റി മാർക്കറ്റ് സ്ക്വയർ. സിറ്റി സ്ക്വയറും അതുപോലെ മാർക്കറ്റ് സ്ക്വയർ എന്നൊക്കെ പറയുന്ന സ്ഥലം ഇതാണ്. വാസ മെയിൻ സിറ്റിയാണിത്. ബെറി സീസണാണ് ഫിൻലാൻഡിൽ. അതുകൊണ്ട് ഒരുപാട് വഴിയോര കച്ചവടക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബെറീസ് ആണ് ഈ വെച്ചിരിക്കുന്നത്. ഞാൻ 1-2 ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ കുറച്ചൊക്കെ പുളിപ്പായിരുന്നു, അതുകൊണ്ട് കഴിച്ചില്ല. ഇത് റാസ്ബെറി ആണ്. ഇതെന്തോ അമരയ്ക്ക പോലത്തെ ഒരു സാധനമാണ്. കൂടാതെ അവർ ബെറീസ് കൊണ്ട് ജാമും ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കാണാം. ഈ കാണുന്നതാണ് ഒസൂസ് പങ്കി അഥവാ OP ബാങ്ക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഒരു ബാങ്കാണ്. അപ്പോൾ എൻ്റെ ഗസ്റ്റ് ശരിയാണെങ്കിൽ ആ ബാങ്കിലേക്ക് പോകാനുള്ള ക്യൂ ആണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ ബാങ്കിങ് ഒക്കെ വളരെ സ്ലോ ആണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏതോ പാവപ്പെട്ടവൻ്റെ സൈക്കിളാണ്. അതിൻ്റെ ഹാൻഡിലൊന്നും ഇപ്പോൾ ഇല്ല. ഇതൊരു മാർക്കറ്റ് സ്ക്വയർ ആണ്. ടാറിങ്ങിന് പുറമെ സ്റ്റോണും അതുപോലെ തന്നെ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ചെളി പറ്റാനും വെള്ളം കെട്ടാനും എന്നുള്ള സാഹചര്യം ഇവിടെ ഇല്ല. കോമഡി ഇതല്ല, ഞാൻ നോക്കിയിട്ട് ഇവിടെ വേറെ ആരെയും കാണുന്നില്ല. മൊത്തം ഫിനിഷ് പീപ്പിളും പിന്നെ ഞാനേ ഉള്ളൂ. റെയർ കേസിലാണ് കുറച്ച് ബംഗ്ലാദേശിലുള്ള ആൾക്കാരൊക്കെ കാണുന്നത്. ബംഗ്ലാദേശ് നേപ്പാളീസൊക്കെ, പിന്നെ വേറെ കുറച്ച് കൺട്രീസൊക്കെ ഉണ്ട്. ഇന്ത്യൻസിനെ കണ്ടിട്ടാൻ പാടാണ്. നേരത്തെ നമ്മൾ ക്യൂവിൽ കണ്ട ആൾക്കാരാണ് ഈ ബാങ്കിനകത്ത് ഇങ്ങനെ നേരെ നിൽക്കുന്നത്. ഇവിടെ ടോക്കൺ എടുത്ത് ക്യൂ നിന്ന് വളരെ സമാധാനപരമായിട്ടാണ് ബാങ്കിങ് ഇവിടെ നടക്കുന്നത്. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല. റോളക്സ് റോളക്സ് അല്ല, ഇതൊരു ലക്ഷറി വാച്ച് ബ്രാൻഡ് റോളക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഇവിടെ വാച്ച് ഒന്നും ഡിസ്പ്ലേക്ക് വെച്ചിട്ടില്ലായിരുന്നു, ലേബൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് വേറൊരു വാച്ച് ബ്രാൻഡാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ട കുറച്ച് വാച്ച് ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അറിയാൻ വരുന്നു, കണ്ടത് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്. ഇതാണ് നോർഡിയ ബാങ്ക്. ഞാൻ ഇവിടെയാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ടുണ്ട്. ഇത് ഈ സിറ്റി സ്ക്വയറിൻ്റെ വളരെ പഴയ ഒരു ഫോട്ടോയാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇവിടുത്തെ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ വരുന്നത് അവർ മാറത്തെ. ഫ്രഷ് ക്യാരറ്റിന് പുറമെ ഫ്രഷ് പൊട്ടറ്റയും നമുക്കിവിടെ വാങ്ങാനായിട്ട് പറ്റും. ഇതൊക്കെ ചെയ്യുന്നത് ഒരു 60 വയസ്സിന് മുകളിലേക്കുള്ള അപ്പൂപ്പന്മാരാണ്. അവരൊക്കെ വളരെ എനർജറ്റിക് ആയിട്ടാണ് ഇന്ന് ഇവിടെ ജോലികളൊക്കെ ചെയ്യുന്നത്. അവിടെയും കുറച്ച് പേര് പല പല ഗെയിംസിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു സ്റ്റേജ് ആണ്. എന്തെങ്കിലുമൊക്കെ ഈവനിങ്ങിലോ അല്ലെങ്കിൽ നൈറ്റിലൊക്കെ ഓരോ പ്രോഗ്രാംസ് നടക്കുമ്പോൾ ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിക്കാണ് ആ സ്റ്റേജ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് വിൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചെറിയൊരു റോട്ടറാണ്. ഇതൊരു ബിൽഡിങ്ങിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്.
നമ്മൾ ഈ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. എനിക്ക് ആകപ്പാടെ അറിയാവുന്ന വരുന്നത് യുഎസിലും ഫ്രാൻസിലും ഉണ്ടായിരുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ്. ഇതും സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ് ഫിൻലാൻഡിലെ. 1918 നടന്ന ഫിന്നിഷ് സിവിൽ വാറിൽ ഫിന്നിഷ് വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ആർമി വിജയിക്കുകയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് 1938 അൺവീൽ ചെയ്തതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിരിക്കാം. അതൊക്കെ നോക്കി വന്നപ്പോഴാണ് ഒരു ഷൂ ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇതിന്റെ മീനിങ് മാത്രം എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല. എന്താണ് സംഭവം ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ ഷൂ തൂക്കിയിട്ടിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ശുഭം.